നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. കടയിൽ നിന്ന് പോയിട്ട് നമ്മൾ അട വാങ്ങിയിട്ടല്ലേ സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കുക. കടയിലൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഈ അട വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന അടപ്രഥമനാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാക്കുന്ന അടപ്രഥമനുണ്ടല്ലോ, അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ് വീട്ടിൽ അട തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കുന്ന അടപ്രഥമന്. പണ്ടൊക്കെ വീട്ടിൽ തന്നെ അട തയ്യാറാക്കിയിട്ടാണ് പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പായസത്തിലേക്കുള്ള അട തയ്യാറാക്കിയെടുക്കാം. അട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 2 കപ്പ് ഉണങ്ങല്ലരി ഇട്ട് കൊടുക്കുക. ഉണങ്ങല്ലരിയും ഉണക്കല്ലരിയും സെയിമാണ്. നേരത്തെ കർക്കിടക കഞ്ഞിയുടെ വീഡിയോയിൽ സംശയമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അത് സെയിമാണെന്ന് പറഞ്ഞത്. ഈ ഉണങ്ങല്ലരി ആണെന്ന് യാതൊരു നിർബന്ധമില്ല. പച്ചരി നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ടും പായസം ഉണ്ടാക്കാം. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല അരിയുടെ മീതെ മുങ്ങിക്കിടക്കാൻ തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ആ അരി നന്നായിട്ട് കഴുകിയിട്ട് അതിലെ കല്ലൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഉണങ്ങലേരി ആകുമ്പോൾ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഹോളുള്ള പാത്രം വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഈ അരി വെള്ളമൊന്നുമില്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഹോളുള്ള പാത്രത്തിൽ വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഹോളുള്ള പാത്രം ആവണമെന്ന് നിർബന്ധമില്ല. തോർത്തൊക്കെ വിരിച്ചിട്ട് അതിലൊന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. തോർത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. കാരണം കല്ലോ വല്ലതും കരടോ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോട്ടെ. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നിട്ടുണ്ട്. ചെറിയൊരു നനവേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതുപോലെ ചെറിയൊരു നനവേ പാടുള്ളൂ. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 2-3 തവണയിട്ട് നമ്മുടെ ഈ 2 കപ്പ് അരിക്ക് ഒരു 2-3 തവണയിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ആ ജാറിലെ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇതുപോലത്തെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പ വെച്ച് നല്ല നൈസായിട്ടുള്ള അരിപ്പ വെച്ച് കൊടുക്കുക. അരിപ്പ വെച്ചതിന് ശേഷം ഈ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് തരിച്ചെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് തരിച്ചെടുക്കുക. ഇപ്പം എല്ലാം അരിയും നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് തരിച്ചെടുക്കുക. പായസത്തിലേക്ക് വേണ്ടിയിട്ട് 3 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ലോണം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പച്ചത്തേങ്ങയ്ക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പച്ചത്തേങ്ങയ്ക്ക് നല്ലോണം പാലുണ്ടാവും. തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണല്ലേ, ഇതുപോലത്തെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, ചണ്ടിയൊന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ നല്ല കൊഴുത്ത പാലെടുത്തെടുക്കുക. പിന്നെ ഇത് 2-ാം പാലാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം പാല് പിഴിഞ്ഞെടുക്കുക. ഇതും അത്യാവശ്യത്തിന് നന്നായിട്ട് കൊഴുപ്പുണ്ട് ഈ പാല്. അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പാല് പിഴിഞ്ഞെടുത്തതാണ്. ഇത് 3-ാം പാലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങാപ്പൊടി കലക്കിയിട്ടും പായസം ഉണ്ടാക്കാം. അതും യാതൊരു കുഴപ്പമില്ല. തേങ്ങാപ്പാൽ പക്ഷേ എങ്ങനെ പൊടി കലക്കിയിട്ട് പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലത്തെ 1-ാം പാൽ വേണം പായസത്തിന്. ഇനി അട റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തരിച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കയ്യിനൊരു 2 കൈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ആ പൊടിയുടെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ ആവത്തക്ക രീതിയിൽ നല്ലപോലെ തിരുമ്മിയെടുക്കുക. ഇപ്പം പൊടി നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ വെള്ളം അതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം
പൊടി നമ്മളെല്ലാ പൊടി എടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതാണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലധികം വെള്ളമില്ല. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട കലങ്ങി പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. വെള്ളം കൂടുതലാക്കരുത്. ഇതുപോലെ ഒന്ന് കുഴച്ച് നമുക്ക് ഈ മാവ് ഇവിടുന്ന് മാറ്റി വെക്കാം. പിന്നെ അത് അവിടെ ഒരു ചെറിയൊരു ഇലയുടെ കഷ്ണം നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട്. ഇലയുടെ ബാക്ക് സൈഡും തുടച്ചെടുക്കണം, നന്നായിട്ട് തുടച്ചെടുക്കണം. ഇനി ഈ ഇലയിലേക്ക് നമ്മുടെ മാവുണ്ടല്ലോ, ആ മാവിന്ന് അത്യാവശ്യം വലിയതൊരു, ഒരുപാട് വലുതാക്കണ്ട, എന്നാലും ഇത് വലിയ ഇല കൊണ്ട് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഉരുളെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഇലയാകുമ്പോൾ ചെറിയ ഉരുളെടുത്താൽ മതി. ഉരുള വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഈ കപ്പിന്ന് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉന്തി കയറ്റി കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ കൈ നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉന്തി കയറ്റി കൊടുത്താൽ മതി. നമ്മുടെ ഈ അട റെഡിയാവുമ്പോഴേക്കും ഇത് വേവിക്കാനുള്ള വെള്ളം റെഡിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും അപ്പുറത്തൊരു സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട്, ഒരു പാനല്ല ഒരു വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച 3-ാം പാലുണ്ടല്ലോ, ആ 3-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അട വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ കപ്പിൽ കുറേശ്ശെ പാലിൻ്റെ ഉണ്ടല്ലോ, ഈ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 കപ്പ് വെള്ളം വേണ്ടി വരും. നമ്മുടെ അട മുങ്ങി കിടക്കണ്ടേ, അതിന് വേവാൻ വെള്ളം വേണ്ടേ. അപ്പോൾ ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും അവിടെ ഞാൻ ആ ഇലയിൽ വെച്ച ഇതുണ്ടല്ലോ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. കട്ടിയിൽ പരത്തെടുത്ത് നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇതുപോലൊരു കത്തി എടുത്തിട്ട് ഈ മൂർച്ചയുള്ള ഭാഗമല്ല, മൂർച്ചയില്ലാത്ത ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലൊന്ന് വരഞ്ഞെടുക്കുക. നല്ല നൈസായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. ഒരുപാട് കട്ടിയിൽ വരയേണ്ട, ഇതുപോലെ നല്ല നൈസായിട്ട് വരഞ്ഞെടുക്കുക. പിന്നെ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് വരയരുത്. മൂർച്ചയുള്ള ഭാഗം വെച്ച് വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇല കീറി പോവുള്ളൂ. അപ്പോൾ ഇതേപോലെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കുക. ഇപ്പോൾ അതാ എല്ലാതും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചൊന്ന് വരഞ്ഞെടുക്കുക. നല്ല നൈസായിട്ട് വരഞ്ഞെടുക്കുക. കൂടുതൽ വീതിയിൽ വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇലയല്ല നമ്മുടെ അട വലുതായി പോവുള്ളൂ. ഇതേപോലെ ചെറുതാക്കിയിട്ട് വരഞ്ഞെടുക്കുക. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഈ ഇല ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് മുങ്ങി കിടക്കണം. നമ്മൾ കുറച്ച് നേരം ഇതിലേക്കൊന്ന് ഇലയൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാനില്ല, ഒന്ന് പൊന്തിച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ മാവൊക്കെ അടയൊക്കെ അതിലേക്ക് ഇലയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വിട്ടു പോകുന്നത് വരെ ഇല മുങ്ങിക്കിടക്കണം. ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ചെറിയ ഇലകളാവുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ കൂടുതൽ നല്ലത്. ഇപ്പോൾ അതാ ലാസ്റ്റിലെ ഇലയും ഞാൻ ഇതുപോലെ ഇട്ടതിന് ശേഷം അതൊന്ന് വിട്ടു പോന്നിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. എല്ലാതും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാന്നല്ല, നന്നായിട്ട് ഇളക്കിയിട്ട് ആ വലിയ അടകളായിട്ടല്ലേ ഇപ്പോൾ കിടക്കണത്, ആ ഇലയിൽ അങ്ങനെ കിടക്കല്ലേ. ഇനി ഇതുപോലെ ഞാൻ തവിയൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഉടച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ കുത്തിയിട്ട് ചെറിയ പീസസ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അടയൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മളിതുപോലെ കുത്തി കൊടുക്കുക, എന്നാൽ ചെറിയ പീസസ്സായിട്ട് കിട്ടും. ഇപ്പോൾ അടയൊക്കെ ചെറിയ പീസസ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അടയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാവുണ്ടല്ലോ, ആ ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അട നന്നായിട്ട് വെന്ത ശേഷമാണ് പാവ് ഒഴിച്ചു കൊടുക്കാവൂ. പാവ് ഒഴിച്ചതിന് ശേഷം ശർക്കരപ്പാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയും കൊണ്ട് കുറച്ച് നേരം ഇത് ഇളക്കിയും കൊണ്ടിരിക്കുക. ആ അടിയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇളക്കിയും കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തോളൂ. ഇവിടെ അമ്മയ്ക്കൊന്നും നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കണില്ല. ഇപ്പോൾ ശർക്കരയിലല്ല അടിയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ച 2-ാം പാലുണ്ടല്ലോ, ആ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയും കൊണ്ടിരിക്കുക. ആ പാലൊക്കെ ഒന്ന് കുറുകി വരണം. ഇപ്പം അത് നല്ല ലൂസായിട്ടല്ലേ പായസം, അപ്പോൾ പായസം നന്നായിട്ട് കുറുകി വരുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയും കൊണ്ടിരിക്കുക. മധുരമൊക്കെ പാകല്ലേ നോക്കുക. മധുരം കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൊട്ടോ ഒന്നോ ശർക്കര ഇട്ട് കൊടുത്താൽ മതി. 3/4 കിലോ ശർക്കര 2 കപ്പ് അരിക്ക് നല്ല കറക്റ്റ് പാകമായിരുന്നു. മധുരമൊക്കെ പാകമാണ്. പായസം ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് ലൂസ് വേണം. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ
അടപ്രഥമനാണ്, ഇരുന്നാൽ വീണ്ടും കട്ടിയാവും. അപ്പോൾ ഇത്രയ്ക്ക് ലൂസിൽ ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഓഫ് ചെയ്യരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ച ഒന്നാം പാലുണ്ടല്ലോ, ഈ ഒന്നാം പാൽ ഒഴിച്ചതും സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. പാൽ ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അപ്പോൾ ഈ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.